സർ, ഈ എസ്-ഡബ്ല്യു-പി എന്ന ഒരു സ്കീമിനെ വളരെ വലുതായിട്ട് എല്ലാരും പറയണല്ലേ സർ. സിസ്റ്റമാറ്റിക് വിത്ഡ്രാവൽ പ്ലാൻ ഇതിൽ ഇട്ടുവെങ്കിൽ മാസം പണം എടുക്കാം. പ്രിൻസിപ്പൽ എമൗണ്ട് അങ്ങനെയായിരിക്കും. അതുപോലെ നിറയെ പറയുന്നു സർ. അതെന്താണ് സർ? അതങ്ങനെ ഒന്നും വേണ്ട. ഇപ്പോൾ നോക്ക്, ഇപ്പോൾ ഈ മാർക്കറ്റ് ഇങ്ങനെ കണ്ടിന്യൂസ് കയറിക്കൊണ്ടിരിക്കുമല്ലേ. ഒരു വർഷത്തിൽ റിട്ടേണേ ഇല്ല. ലാർജ് ക്യാപ് ഫണ്ടിൽ ഞാൻ എക്സാമ്പിൾ പറഞ്ഞായിരുന്നു. ഈ 4 സ്റ്റോക്ക് വാങ്ങിയെങ്കിൽ 2% കൂടെ റിട്ടേൺ ഇല്ല. മാസം ഇത് അപ്രോച്ച് ചെയ്ത് തിരികെ കൊടുക്കും. സിസ്റ്റമാറ്റിക് വിത്ഡ്രാവൽ പ്ലാൻ എന്ന് പറയുന്നതൊക്കെ ഫ്രോഡ്. അതൊരു കാശ് ആവശ്യമാണ്. ദെൻ ഇക്വിറ്റി ഈസ് നോട്ട് എ പ്ലേസ് ടു ബി. നിനക്ക് റെഗുലറായിട്ട് കാശ് വേണം എന്ന് നീ ഡിസൈഡ് ചെയ്തുവെങ്കിൽ ഇക്വിറ്റീസ് ഈസ് നോട്ട് ദ പ്ലേസ് ടു ബി. ഒരു നല്ല ബോണ്ടിനെ വാങ്ങ്. അതിൽ നിന്ന് മാസം വട്ടി വരും. അതിനെ വാങ്ങി കഴിച്ചോ. പ്രിൻസിപ്പലിൻ്റെ പാട്ട് പ്രിൻസിപ്പൽ ഇരിക്കും, വട്ടിയുടെ പാട്ടിന് വട്ടി ഇരിക്കും. ഇത് പ്രിൻസിപ്പൽ ഏത് വട്ടിന്ന് ക്യാരി ഔട്ട് ആയി. ഇതിൽ ഈ സിസ്റ്റമാറ്റിക് വിത്ഡ്രാവൽ പ്ലാനിൽ എനിക്ക് അറിയാതെ നീ ക്യാപിറ്റലിനെ എടുത്ത് കളിക്കും. ഇത് തന്നെ എൻ്റെ ക്യാപിറ്റൽ, ഇത് തന്നെ എൻ്റെ വട്ടി. ഐ കനോട്ട് അസ്യൂം എവറി മന്ത് വന്ന് ഇക്വിറ്റി മാർക്കറ്റ് കയറിക്കൊണ്ടേ പോകുമെന്ന്. 26,500 ഇരുന്ന് ഒരു വർഷமாக മാർക്കറ്റ് എവിടെയും പോയില്ല. അതെ, റൈറ്റാ. മാർക്കറ്റ് അതേ ഇടത്തിലിരിക്കുന്നു. ഒരു വർഷം എടുത്തെങ്കിൽ അതിൽ 20% ഇരിക്കും. എന്തുകൊണ്ട് ഈ ചോദ്യം ചോദിക്കുന്നു വെച്ചാൽ SIP ചെയ്യുന്ന വച്ച് ഒരുപാട് അഡ്വർടൈസ്മെന്റ് ചെയ്തതൊക്കെ നോക്കിയിരിക്കുന്നു. SIP-യെക്കാട്ടിലും SWP-ക്കാണ് അധിക ഡിമാൻഡ്. എന്തെന്ന് വെച്ചാൽ മക്കളെ കാശിന് ഒരു വർഷത്തിൽ റിട്ടേൺ ഇല്ല എന്ന് പറയുമ്പോൾ 1 ഇയർ റിട്ടേൺ ഇല്ല, അതിന് മുമ്പത്തെ വർഷത്തിന് റിട്ടേൺ ഇല്ല. റിട്ടേൺ ഇല്ല എന്ന് പറയുന്നപ്പം മക്കൾ റെസിഡ്യൂ ആയി കാശിനെ എടുക്കുന്ന സമയം ഒരേടിയ എല്ലാ കാശിനെയും എടുക്കരുത്. കുറച്ചായിട്ട് കാശിനെ ഇട്. ഇതൊക്കെ നിങ്ങൾ ഡിസ്ട്രിബ്യൂട്ടർ ചെയ്യുന്ന പ്ലാൻ. ഓക്കെ സർ, ഫൈൻ. മൊത്തമായിട്ട് വെളിയിൽ വരാതെ കുറച്ചായിട്ട് എടുക്കാൻ ഓപ്ഷൻ ഇരിക്കുന്നു. അങ്ങനെ എടുക്കാം. അതെ, അത് തന്നെ പറയുന്നു. ഓക്കെ സർ, ഫൈൻ. റീസെന്റ് ടൈംസിൽ SWP ഒരുപാട് സ്ഥലങ്ങളിൽ കേൾക്കാൻ പറ്റുന്നു സർ. സർ, ഈ ഹോം ലോൺ വാങ്ങിയിരിക്കുന്ന ആൾക്കാർ EMI കട്ടിക്കൊണ്ടേയിരിക്കുന്നു. ഇൻട്രസ്റ്റ് റേറ്റ് ഇറക്കിയിരിക്കത്തില്ല. ഇന്ന് ബാങ്ക് ഓഫ് ബറോഡ നോക്കിയായിരുന്നു, 1% ഇൻട്രസ്റ്റ് റേറ്റിൽ ഇരിക്കുന്നു. സേവ് ചെയ്യുന്നു. 1.5% പെർ റേറ്റിന് കുറഞ്ഞുവെങ്കിൽ ഇത് 6.5% കൊടുക്കണം. ദയവ് സെഞ്ച് വീട് വില കയറാൻ പോണതില്ല. സിറ്റിയിൽ കടൻ വാങ്ങി വീട് വാങ്ങണ്ട. അർഹയ്ക്ക് പോണതാണ് ഫാർ ബെറ്റർ. ഇല്ല സർ, എനിക്ക് ഇന്നൊരു ചോദ്യം സർ. അതിൽ ഇപ്പൊ ഞാൻ ഹോം ലോൺ കെട്ടാൻ പോകുന്നു. ഹോം ലോൺ വാങ്ങിയിരിക്കുന്നു, EMI കെട്ടിക്കൊണ്ടിരിക്കുന്നു. എന്റെ കയ്യിൽ ഒരു 15,000 രൂപ ഇരിക്കുന്നു. 25,000 രൂപ EMI കെട്ടുന്നു. 17 ഇരിക്കുന്നു എന്റെ കയ്യിൽ എന്ന് പറഞ്ഞാൽ ആ സമയം ഈ 17,000 കെട്ടി ഞാൻ എന്റെ പ്രിൻസിപ്പലെ കുറയ്ക്കാമെന്ന് വിചാരിക്കും. നോ, മിനിമം 3 months EMI തന്നെ ക്ലോസ് ചെയ്യാൻ പാർട്ട് പേയ്മെന്റ് പേ ചെയ്യണം എന്ന് സർ. വിച്ച് ഈസ് നിങ്ങൾ നമ്മളെ കെട്ടാനും സമ്മതിക്കത്തില്ല. അതുകൊണ്ട് ഈ 3 മാസം EMI എടുക്കാൻ കഷ്ടമായിട്ടിരിക്കണം. അതിനെ എന്ത് ചെയ്യാൻ സർ? വർഷത്തിന് ഒരു 1 ലക്ഷം രൂപ തനിയായി ചേർത്ത് പ്രിൻസിപ്പൽ റീപേയ്മെന്റ് ബഡ്ജറ്റ് എന്ന് വെച്ച് വർഷത്തിന് 1 ലക്ഷം 1.5 ലക്ഷം എടുത്തു വെക്കണം. ഇതിൽ എന്തൊരു കഷ്ടം എന്ന് പറഞ്ഞാൽ മീഡിയ, സിനിമ, സോഫ്റ്റ്വെയർ പോലത്തെ പല വലിയ സ്ഥലങ്ങളിൽ 5-6 വർഷമായിട്ട് വലുതായിട്ട് ഇൻക്രിമെൻറ്റേ ഇല്ല. ഇൻക്രിമെൻ്റ് എന്ന് പറയുന്നത് വിലവാശിയെക്കാട്ടിലും കുറവായിട്ടാണ് ഇരിക്കുന്നു. വടിയേയും കയറ്റി EMI-യും കയറ്റിയായിരുന്നു. EMI കയറ്റി നമ്പർ ഓഫ് ഇയേഴ്സിനെ കയറ്റിയായിരുന്നു. അപ്പോൾ ഇതെന്താകുന്നു വെച്ചാൽ ജനങ്ങൾ ഒരു ഡെഡ് ട്രാപ്പിലാണ് മാട്ടിക്കൊണ്ടിരിക്കുന്നു. ഓക്കെ സർ. സർ, ഒരു ആർട്ടിക്കിൾ വായിച്ചായിരുന്നു. ആ ആർട്ടിക്കിളിൽ കൊടുത്തിരിക്കുന്ന അഡ്വൈസ് എന്തെന്ന് വെച്ചാൽ 8% വീട്ടു കടൻ നിങ്ങൾ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതിൽ ഒരു 2 ലക്ഷം ഇരിക്കുന്നു എന്ന് പറഞ്ഞ എന്തുകൊണ്ടാണ് വീട്ടു കടൻ അടയ്ക്കുന്നു? മ്യൂച്വൽ ഫണ്ടിലോ സ്റ്റോക്ക് മാർക്കറ്റിലോ ഇൻവെസ്റ്റ് ചെയ്യും, നല്ല റിട്ടേൺ വരും. അതായത് ഏതെങ്കിലും ഒരു ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യും, അതിൽ നല്ല റിട്ടേൺ വരും. എടുത്ത് മൊത്തമായിട്ട് നിങ്ങൾ കടത്തിന് അടയ്ക്കാം. അങ്ങനെ പറഞ്ഞ് അഡ്വൈസ് കൊടുക്കുന്നു. ഇത് വന്നിട്ട് തെറ്റായ അഡ്വൈസ് ആണ്. എന്തെന്ന് വെച്ചാൽ മാർക്കറ്റ് ടേംസ് ആർ അൺസർട്ടൺ. ഈവൻ ഗോൾഡിൻ്റെ റിട്ടേൺ കൂടെ അൺസർട്ടൺ ആണ്. അത് കാരണം നിങ്ങൾ വന്നിട്ട് ഇപ്പോൾ 8% ഇരിക്കുന്നു. കയ്യിൽ മാസം വർഷത്തിന് 2 ലക്ഷം എക്സ്ട്രാ ചേർക്കാൻ പറ്റുമെങ്കിൽ ക്വിക്ക് ലോണ് തീർക്കാം. ഓക്കെ സർ. സർ, ഈ മന്ത്ലി ചിറ്റ് ഫണ്ട് ഇടുന്നത് ഓക്കെയാ ഇല്ലയാ സർ? എനിക്ക് ഒരുപാട് ആൾക്കാരനെ അറിയാം. അൺലെസ് ഓർഗനൈസ്ഡ് ചിറ്റ് ഫണ്ടെങ്കിൽ റിട്ടേൺ വളരെ കുറവാണ്. അൺഓർഗനൈസ്ഡ് റിട്ടേൺ ചിറ്റ് ഫണ്ടെങ്കിൽ ഐ ഹാഡ് ഫ്രണ്ട്, ഐ ഹാഡ് സം മണി, ഐ ഗേവ് മൈ മണി ടു മൈ ഫ്രണ്ട്, ഐ ലോസ്റ്റ് മൈ ഫ്രണ്ട്, ഐ ലോസ്റ്റ് മൈ മണി. എൻ്റെ അടുത്ത് കുറച്ച് കാശിരിക്കുന്നു, എൻ്റെ അടുത്ത് കുറച്ച് ഫ്രണ്ട്സും ഇരിക്കുന്നു. എൻ്റെ കാശിന് എൻ്റെ നண்பൻ്റെ അടുത്ത് കൊടുത്തു. എൻ്റെ കാശും പോയി, എൻ്റെ ഫ്രണ്ടും പോയി.
ഓക്കെ സാർ, ഇത് ചിറ്റ് ഫണ്ടിന് സാർ ഈ ഗോൾഡ് നഖഷീറ്റ് സാർ. ഞാൻ തിരികെ പറയുന്നു, ആ ആള് ഇരിക്കുമോ ഇരിക്കത്തില്ലയാ? പൈത്തലിൽ നിങ്ങൾ കെട്ടിയെങ്കിൽ തീർച്ചയായിട്ടും അവർ ഇരിക്കുമെന്ന് പറയാം. അങ്കമയിലിൽ കെട്ടിയെങ്കിൽ അവർ ഇരിക്കും എന്ന് പറയാം. അതുപോലെ നിങ്ങൾക്ക് ഓണറിനെ അറിയാമെങ്കിൽ നിങ്ങൾ കെട്ടാം. ചെറിയ ലെവലിൽ ഓണറിൻ്റെ അടുത്ത് കെട്ടിയെങ്കിൽ ആളെ ഓണർ ഇല്ലെങ്കിൽ കാശ് തിരികെ വരുമോ എന്ന് നോക്കണം. ഓക്കെ സാർ. സാർ ഇപ്പൊ സ്വർണം വാങ്ങുന്നതിനെ കുറിച്ച് ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നു. സ്വർണത്തിന്റെ വില ഭയങ്കരമായിട്ട് കൂടിക്കൊണ്ടേയിരിക്കുന്നു. കുറച്ച് എവിടെയെങ്കിലും കടൻ വാങ്ങിയെങ്കിലും ഗോൾഡ് വാങ്ങാം കടൻ വാങ്ങി ഇൻവെസ്റ്റ് ചെയ്യും. ഒന്ന്. രണ്ടാമത്, ഓൾറെഡി എന്റെ കയ്യിൽ സ്വർണം കുറച്ചിരിക്കുന്നു, അതിനെ അടகு വെച്ച് തിരികെ ഞാൻ ഗോൾഡ് വാങ്ങണ്ട. പിന്നെ തിരികെ ഇതിന് ഇങ്ങനെ EMI കിട്ടും, ബുള്ളറ്റ് പേയ്മെന്റ് കൂടെ EMI കെട്ട് ഇയർ എൻഡിൽ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റത്തില്ല എന്നത് തീർച്ചയാണ്. അതൊക്കെ എങ്ങനെ ചെയ്യും? സാർ, നിങ്ങൾ സ്വർണം വാങ്ങാൻ പറയുന്നു, നിങ്ങൾ ഒരു വഴിയിൽ വാങ്ങാം എന്ന് നോക്കിയാൽ നിങ്ങൾ ഗോൾഡ് പീസ് വാങ്ങിയുണ്ട് ഇപ്പോൾ അത്രയും തന്നെ ചേർത്ത് വെക്കുന്ന ദാഹം ഗോൾഡ് റേറ്റ് കയറുന്നല്ലേ സാർ? എന്ത് ചെയ്യാൻ? കേറാൽ തന്നെ ചെയ്യും. ഇത്രയും കഷ്ടപ്പെട്ട് സമ്പാദിച്ചാലും ശമ്പളം മാറുന്നില്ല, വരുമാനം വരുന്ന ചാൻസ് വലുതായിട്ട് ഇരിക്കുന്നത് പോലെ അല്ല. പക്ഷെ മുതലീട് മാത്രം ചെയ് എന്ന് പറയുന്നു. ഇപ്പൊ പറയൂ, 2025 കണക്കിൽ അര വർഷമേ തീർന്നു, ഇപ്പോഴും 30% ലേ ഓഫ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. മാസം 30% എടുത്തു വെക്കണം എന്നതിൽ സ്ട്രോങ് ആയിരിക്കുന്നു സാർ. വളരെ സ്ട്രോങ് ആയി തന്നെ ഞാൻ ഇരിക്കുന്നു. മുമ്പേ ഇരുന്നതിനെക്കാട്ടിലും ഇപ്പം നല്ല സ്ട്രോങ് ആയി തന്നെ ഇരിക്കുന്നു. ഇതെന്ന് വെച്ചാൽ തിങ്സ് ആർ ബാഡ്, ടൈംസ് ആർ ഡിഫിക്കൽട്ട്. ഇത് കാരണം നിങ്ങൾ എന്ത് തന്നെ ബേസിക്കലി ലേ ഓഫ് ചെയ്താലും ഇല്ലെന്ന് അർത്ഥം, അതായത് സ്കിൽഡ് ഇല്ലെന്ന് അർത്ഥം. നിങ്ങൾ ഹൈലി സ്കിൽഡ് എങ്കിൽ നിങ്ങൾക്ക് ഇനിയൊരു സ്ഥലത്തിൽ ജോലി കിട്ടും. ഓക്കെ സാർ, ഇൻഫ്ലേഷൻ നമ്പേഴ്സ് വരുന്നത് നമ്മൾ നോക്കുന്നു. പേഷ്യൻ നമ്പർ കുറഞ്ഞിരിക്കുന്നു. നിങ്ങൾ മക്കൾ പേജിൽ ഒരു വീഡിയോയിൽ സംസാരിച്ചപ്പോൾ പറഞ്ഞായിരുന്നു, ഇസ് വിഗ്ഡ് ഇൻ ദ ഇൻട്രസ്റ്റ് ഓഫ് ദി റിച്ചസ്റ്റ് എന്നു പറഞ്ഞായിരുന്നു. റിച്ചസ്റ്റ് ഇല്ല, ഓഫ് ദി റിച്ച്. ഓക്കെ സാർ. എന്നെ പോലെ ആൾക്കാർ റിക് ഫോർ മീ. ഓക്കെ സാർ. സോ ഞങ്ങളെല്ലാം പണക്കാരനാവാൻ ഒരു വേ പറയൂ സാർ. സ്വർണത്തെ ചേർത്താൽ മതി. ഞാൻ ഒരു 6 വർഷത്തിന് മുമ്പേ പറയുന്നു, 3000 4000 ഇരിക്കുന്ന സമയം നിങ്ങൾ ചേർത്തുമെങ്കിൽ ഇപ്പം 40 ലക്ഷം 50 ലക്ഷം ഇരുന്നിരിക്കും. അതിനുശേഷം വന്നിട്ട് വേരിയസ് സോഴ്സസ് ഓഫ് ഇൻകം ഇരിക്കണം. നിങ്ങൾക്കും കാരണം എന്ത് ഡിഫറൻസ് എന്ന് വെച്ചാൽ, അവൻ വച്ചിരിക്കുന്ന അസറ്റ് 24 മണി നേരം ജോലി ചെയ്യും. അവൻ ഉറങ്ങുന്നോ ഇല്ലയോ അവൻ്റെ കാശ് ഉറങ്ങത്തില്ല, കാശ് ജോലി ചെയ്തുകൊണ്ടേയിരിക്കും. കാശ് 24 മണി നേരം എക്സസൈസ് ചെയ്തുകൊണ്ടേയിരിക്കണം. കാശിന് ഹാർട്ട് ബീറ്റ് അങ്ങനെ ഒന്നുമില്ല. So it should be keep on working for 24 hours. At some time, somewhere, somebody. ഇപ്പോൾ ഞാൻ നൈറ്റി വച്ചിരിക്കെങ്കിൽ ലോകത്തിൽ എവിടെയെങ്കിലും ആരെങ്കിലും ഒരു നൈറ്റി വാങ്ങിയെങ്കിൽ എനിക്ക് കാശ്. ആൻഡ് ബഫറ്റ് വച്ചിരിക്കുന്നുവെങ്കിൽ ലോകത്തിൽ ഏത് ആക്ടിവിറ്റി നടന്നാലും എനിക്ക് കാശ്. നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഡൈവേഴ്സിഫൈഡ് ബാസ്ക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യണം. എനിക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ കാശ് ഇല്ല എന്നാൽ സൈഡ് ഹസിൽ ചെയ്യണം. സൈഡ് ഹസിൽ ഒരുപാടുണ്ട്. നിങ്ങൾക്ക് അറിയാത്തതല്ല സൈഡ് ഹസിൽ എന്തൊക്കെ ചെയ്യണമെന്ന്. നിങ്ങൾ 9 to 8 വർക്ക് ചെയ്യുന്നുവെങ്കിൽ എന്നോട് 3 hours വർക്ക് ചെയ്ത് ആ കാശിന് തനിയായിട്ട് സോഫ്റ്റ്വെയറിൽ ഒരുപാട് ആൾക്കാർ സൈറ്റിൽ പ്രോജക്റ്റ് ഇരിക്കുന്നത് എനിക്കറിയാം. 5 പേരിൽ വാങ്ങുന്നു എന്ന് പറയും. സ്റ്റാർട്ടപ്പിൽ കൺസൾട്ട് ചെയ്യും, ആർട്ടിക്കിൾ എഴുതും, ഒരുപാട് ജോലി ഇരിക്കുന്നു. ബിസിനസ് ചെയ്താൽ പണക്കാരനാകാം എന്നൊരു ഇന്റൻഷൻ ഇരിക്കുന്നു സാർ. എൻ്റെ ചോദ്യം, ബിസിനസ് ചെയ്യുന്നതിൽ നല്ല സക്സസ്ഫുൾ ആയിട്ട് ചെയ്യുന്ന ആൾക്കാരൊക്കെ പണക്കാരായിട്ട് ഇരിക്കുന്നു, ജോലി ചെയ്യുന്നതിൽ അവർക്ക് ഈക്വൽ ആയിട്ട് പണക്കാരൻ എന്ന് പറയുന്നത് കുറവ്. അങ്ങനെ എന്ന് പറഞ്ഞ് സാലറി വാങ്ങുന്ന ആൾക്കാരനെ കണക്കെടുത്തുവെങ്കിൽ അവർക്ക് പണക്കാരാകാൻ്റെ വഴി എന്നത് സ്വർണം, ഷെയർസ് രണ്ടും മാത്രം തന്നെയാ. ഇന്നിരിക്കുന്ന സിറ്റുവേഷനിൽ സ്വർണം, ബോണ്ട്സ് ആൻഡ് ഷെയർസ് ഇതെല്ലാം പണക്കാരനാവേണ്ട വഴി അല്ലേ സാർ? സാർ, നിങ്ങളെങ്ങനെ പറഞ്ഞു? പണക്കാരനാവണമെങ്കിൽ നിനക്ക് 5-6 സോഴ്സ് ഇൻകം ഇരിക്കണം. 5-6 സോഴ്സ് ഇൻകമിൽ 2 സോഴ്സ് വന്നിട്ട് നിനക്ക് വീട്ടിനും ചെലവിനും, മീതി 4 സോഴ്സ് ഇൻവെസ്റ്റ്മെന്റ്. ഞാൻ മാസം വരുന്ന ശമ്പളത്തിൽ 30% എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണം എന്ന് നിങ്ങൾ പറഞ്ഞതിന് ശേഷം നോക്കിക്കൊണ്ടിരിക്കുന്നു. ഇപ്പൊ പറയുന്നു 6 ടൈപ്പ് ഓഫ് ഇൻകം വരണം, അതിൽ 4 ടൈപ്പ് ഓഫ് ഇൻകം വരണം, അതിൽ 2 വീട്ടിൻ്റെ ആവശ്യത്തിനും റിമൈനിങ് ഇരിക്കുന്നതിന് ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് പറയുന്നു. ഇനി ഒരു കേസ് ഡിസ്കസ് ചെയ്യാം. ഞങ്ങളുടെ ഏരിയ പൊല്ലാച്ചിയുടെ അടുത്തിരിക്കുക എന്ന് വെച്ചിരിക്കാം. അതുപോലെ ഒவ்வொரு സ്ഥലങ്ങളിലും ഒന്നൊന്നിരിക്കും. ഉടനെ നീ പൊല്ലാച്ചി സ്വന്തമെന്ന് പറയരുത്. തീർച്ചയായിട്ടും ഒരു തെന്നന്തോപ്പ് ഇരിക്കും. ആ തെന്നന്തോപ്പിനെ കറക്റ്റായിട്ട് മാനേജ് ചെയ്ത് 100 തെന്നമരം ഉണ്ടെങ്കിൽ എത്രയും കാശ് 55 ദിവസത്തിന് ഒരു പ്രാവശ്യം. ഇത്ര വരുമെന്നൊന്നും ഐഡിയ ഇല്ല സാർ.
ഇതാ ഒരു എമൗണ്ട് വരും സാർ. ആ എമൗണ്ടിനെ ഇൻവെസ്റ്റ് ചെയ്യാം. ഇൻവെസ്റ്റ് ചെയ്യാൻ റെഡി സാർ. പക്ഷെ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലല്ലോ. ഞങ്ങൾ ഇതെല്ലാം കൊണ്ടുപോയി ചിറ്റ് ഫണ്ടിൽ കൊടുക്കുന്നല്ലേ സാർ? നിങ്ങളെ പ്രോബ്ലം. ഞാൻ എന്ത് പറയാൻ വരുന്നതെന്ന് വെച്ചാൽ യു ഹാവ് ടു ഫൈൻഡ് ഹസ്ബൻഡ് ആൻഡ് വൈഫ് വർക്ക് ചെയ്യണം. നമ്മളതിൽ വന്നിട്ട് ഹസ്ബൻഡ് ആൻഡ് വൈഫ് വർക്ക് ചെയ്യണതില്ല. ഹസ്ബൻഡ് ആൻഡ് വൈഫ് വർക്ക് ചെയ്യണം. ആൻഡ് നിങ്ങളെ ഇൻകമിൻ്റെ അകത്ത് നിങ്ങൾ എക്സ്പെൻസിനെ കുറുക്കണം. ഇവിടെ ഇരിക്കുന്നു സാർ കാര്യം. നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങളെ സാലറി കയറുന്നതിന് മുമ്പേ നിങ്ങൾ എക്സ്പെൻസ് കയറുന്നു. ഇത് തന്നെയല്ലോ ക്രെഡിറ്റ് കാർഡ് എന്ന് പറഞ്ഞു വന്നിരിക്കുന്നല്ലേ സാർ? തന്നെ നിങ്ങൾ ശമ്പളം വാങ്ങുന്ന മുമ്പിനെ എല്ലാത്തിനും നിങ്ങൾ തേക്കുന്നു സാർ. അതുകൊണ്ട് അതിനെ തേക്കുന്നു. ബഡ്ജറ്റ് ഇട്ട് ഞങ്ങളത് ചെയ്യാമെന്ന് വിചാരിക്കുന്നു സാർ. പക്ഷെ റിവാർഡ് പോയിന്റ്സ് കൊടുക്കുന്നു, അങ്ങനെ ഇങ്ങനെ പറഞ്ഞ് നമ്മളെ ചെയ്യാൻ വയ്ക്കുന്നു സാർ. എൻ്റെ അടുത്ത് ചോദിക്കും നിങ്ങൾ എന്തുകൊണ്ടാണ് ആപ്പിൾ വെച്ചിരിക്കുന്നത്. ഞാൻ ആദ്യം ആപ്പിൾ വാങ്ങുമ്പോൾ എൻ്റെ വയസ്സ് 49 അടുത്ത് പറഞ്ഞിട്ടുണ്ട്. റൈറ്റാ? സോ വിരലിൻ്റെ ഏറ്റവും വീക്കത്തിന് നിങ്ങൾ സ്പെൻഡ് ചെയ്തുവെങ്കിൽ നന്നായിട്ട് നിങ്ങൾ സേവ് ചെയ്ത് ഒരളവിന് നിങ്ങൾ കംഫർട്ടബിൾ ആയിട്ട് വരും. ഓക്കെ സാർ, ദാറ്റ് ഈസ് അണ്ടർസ്റ്റുഡ്. പക്ഷേ വലിയ പണക്കാരനാവണമെങ്കിൽ 6-7 സോഴ്സ് ഓഫ് ഇൻകം ഇരിക്കണം. ഈ ബോണ്ടിൽ ഇൻട്രസ്റ്റ് വരും. ബാങ്കിൽ കാശ് ഇരുന്നാൽ അതിനൊരു ഇൻട്രസ്റ്റ് വരും. യൂട്യൂബിൽ സംസാരിച്ചാൽ ഒരു ഇൻകം വരും. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഐഡിയ ഇരിക്കണം ബോസ്. തൊഴിൽ ചെയ്യുന്ന ആൾക്കാരന് 100 അല്ലെങ്കിൽ 1000 അങ്ങനെ ഒരു തൊഴിൽ ഇരിക്കും സാർ. ജോലി ചെയ്യുന്ന ആൾക്കാരന് സമ്പാദിച്ച് പണക്കാരനാവണമെങ്കിൽ ഗോൾഡ്, ഷെയർ, ബോണ്ട് മൂന്നും അല്ലാതെ വേറെ ഓപ്ഷൻ ഇരിക്കണം സാർ. ഇല്ല, അതില്ല. ജോലിക്ക് പോകുന്ന ആൾക്കാരും സൈഡ് ഇൻകം ചെയ്യണം. ഇപ്പോൾ ഈ മദൻ ഗൗരിയുടെ കേസ് എടുത്തോ. എൻ്റെ നല്ല ഫ്രണ്ടാണ് അവർ. അവർ വന്നിട്ട് സോഹോയിൽ വർക്ക് ചെയ്തിട്ടിരുന്നു. സൈഡിൽ യൂട്യൂബിൽ സംസാരിക്കാൻ തുടങ്ങി. MBA പഠിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ബ്രാൻഡിന് ഐഡിയ ചെയ്യാൻ പറഞ്ഞു. പക്ഷെ അവരെ ഒരു ബ്രാൻഡ് ആകാമെന്ന് വിചാരിച്ചു. അന്നത്തെ കറണ്ട് ടോപ്പിക് എടുത്ത് റിസർച്ച് ചെയ്തു. കറണ്ട് ടോപ്പിക്കിന് അവർ കൊടുത്തു. ഇത് ആര് വേണമെങ്കിലും അന്ന് ചെയ്തിരിക്കാം. പക്ഷെ അതിനെ ആരും ചെയ്തില്ല, അവർ ചെയ്തു. ഫസ്റ്റ് ടു ഡു ഇറ്റ്. പറയുന്നത് മനസ്സിലാവുന്നല്ലേ സാർ? ഒരുപാട് ആൾക്കാരിന് തമിഴ്നാട്ടിൽ സിനിമ എടുക്കണം എന്ന് പറഞ്ഞ് ഒരുപാട് അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് ചുറ്റിക്കൊണ്ടിരിക്കുന്നു. അത് ആ കാലം. ഇന്ന് നിനക്ക് സ്കില്ല് ഇരിക്കണമെങ്കിൽ ഒരു ഐഫോൺ വെച്ച് ക്ലീനാ നീയേ സ്ക്രിപ്റ്റ് എഴുതി നീയേ ഒരു ഐഫോണിനെ വെച്ച് ആക്ടിങ് ചെയ്യണമെന്ന് ഒരുപാട് ആൾക്കാർ ചുറ്റിക്കൊണ്ടിരിക്കുന്നു. നീയേ ഒരു സ്ക്രിപ്റ്റ് എഴുതി മിനിമലായിട്ട് ഷൂട്ട് ചെയ്ത് യൂട്യൂബിൽ പോയി അത് ഹിറ്റായെങ്കിൽ നമുക്ക് കാശ് മാത്രം വരത്തില്ല. പ്രൊഡ്യൂസർ നിൻ്റെ ഭാഷയിൽ വീട്ടു ഭാഷൻ്റെ അടുത്തിരിക്കും. അപ്പൊ സാധാരണ ആൾക്കാരും എങ്ങനെ പണക്കാരനാകാമെന്ന് പറഞ്ഞു. വേണമെങ്കിൽ യൂട്യൂബിൽ ചെന്ന് നോക്ക്. തമിഴ് ഷോർട്ട് ഫിലിം എന്ന് നോക്ക്. ഓക്കെ സാർ, താങ്ക് യു സാർ.